ബാല എന്ന നടനെ നമ്മൾ മലയാളികൾക്ക് ഏവർക്കും അറിയാം. അമൃത സുരേഷ് എന്ന ഗായികയെ വിവാഹം കഴിക്കുകയും പിന്നീട് ആ ഒരു കുട്ടിയെ ഉപേക്ഷിച്ച് എലിസബത്ത് എന്ന ഒരു ഡോക്ടറെ വിവാഹം കഴിച്ച് മുന്നോട്ട് പോവുകയും അടുത്ത കാലത്തായിട്ട് കരൾ രോഗത്തിന് ചികിത്സയിലായിരിക്കുകയൊക്കെ ചെയ്ത ഈ ബാല ഒരു തമിഴ് നടനാണ്. ഒപ്പം മലയാളികൾക്ക് അദ്ദേഹത്തെ മിക്കവർക്കും വളരെ താല്പര്യവുമാണ്. പക്ഷേ ഈ ബാലയുടെ പല പരാമർശങ്ങളും നിലപാടുകളും കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടുവോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അമൃതയാവട്ടെ പലപ്പോഴും ബാലയുടെ ഒപ്പം ജീവിച്ചപ്പോൾ തനിക്ക് നേരിട്ട ക്രൂരതകളെക്കുറിച്ച് അല്ലെങ്കിൽ താൻ നേരിട്ട അവഗണനയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തെങ്കിലും ആകട്ടെ അമൃതയുടെ തെറ്റുകൊണ്ടാണ്, ഇല്ലെങ്കിൽ വളരെ സാമ്പത്തിക ശേഷി കുറഞ്ഞ ഒരു കുടുംബത്തിലെ അംഗമായ അമൃതയെ വിവാഹം കഴിച്ച സമ്പത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഒരു രാജ്ഞിയെപ്പോലെ താൻ വാഴിച്ചുവെന്നും ആ ഒരു ബാലയുടെ ഹൈ പ്രൊഫൈൽ ആ ലൈഫുമായിട്ട് അമൃതയ്ക്ക് ഒത്തുപോകാൻ കഴിയാത്തതൊക്കെയാണ് ഇവർ തമ്മിൽ പിരിയാനുണ്ടായ കാരണമെന്നും മറ്റു പലരും വ്യാഖ്യാനിച്ചിരുന്നു. മാത്രമല്ല പാപ്പു എന്ന മകളുണ്ട്. ഈ മകൾക്ക് വേണ്ടിയിട്ട് ചത്തുമരിക്കുന്ന സ്നേഹസമ്പന്നനായ ഒരു പിതാവാണ് ബാല എന്ന് പലപ്പോഴും അവകാശപ്പെടാറുമുണ്ട്. എന്തെങ്കിലും ആവട്ടെ, തൻ്റെ മകളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു പിതാവെന്ന് അവകാശപ്പെടുന്ന ബാല എന്നെ കാണിച്ച ഒരു തെണ്ടിത്തരമുണ്ട്. അതിനെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ പറയുവാനായിട്ട് പോകുന്ന ഒരു കാര്യം, തൻ്റെ മകളെ താൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബാല തൻ്റെ മകളുടെ അമ്മയായ അമൃത, അല്ലെങ്കിൽ ആ കുട്ടിയെ ഇപ്പോൾ സംരക്ഷിക്കുന്ന ഗാർഡിയൻ അമൃതയാണ്. അവൾ മഹാചീത്തയായിരുന്നുവെന്നും ആരുടെയോ ഒക്കെ ഒപ്പം ഉള്ള അവിഹിത ബന്ധങ്ങൾ നേരിട്ട് കണ്ടിട്ട് ഒരു ഭർത്താവ് എന്ന നിലയിൽ താൻ കാണാൻ പാടില്ലാത്ത അരുതാത്ത കാഴ്ചകൾ കണ്ടിട്ടാണ് അത് ഡിവോഴ്സ് ആയതെന്നൊക്കെയാണ് ബാല അവകാശപ്പെടുന്നത്. അപ്പോൾ ബാലയുടെ ഈ ഒരു നടപടി വെറും വൃത്തികെട്ട ഒരു പരാമർശമായി എന്നുള്ളതാണ് സത്യം. കാരണം ഗോപി സുന്ദറുടെ ഒപ്പം ആ കുട്ടി കുറച്ചു കാലം അടുപ്പത്തിലായിരുന്നു എന്നോ അല്ലെങ്കിൽ ലിവിൻ ടുഗദറിലായിരുന്നു എന്നൊക്കെയുള്ള ഒരു കാര്യത്തെ മുൻനിർത്തി, അതായത് മറ്റൊരു പുരുഷൻ്റെ ഒപ്പം ജീവിക്കാൻ പോയിട്ടും എല്ലാ ദിവസവും ഈ ബാല അമൃതയുടെ പുറകെ നടക്കുകയും ഒരുപാട് ആരോപണങ്ങൾ കൊണ്ട് ആ കുട്ടിയെ ശ്വാസം മുട്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഗോപി സുന്ദർ എന്തെങ്കിലും ആവട്ടെ അമൃതയിൽ നിന്ന് അകലുകയും മറ്റൊരു ജീവിതത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ പ്രചരിക്കുന്ന ഈ ഒരു സമയത്ത് വീണ്ടും തനിക്ക്, അതായത് അമൃതയ്ക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു തുണയായിരുന്നു ഗോപി സുന്ദർ. അപ്പോൾ അദ്ദേഹം അമൃതയുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ വീണ്ടും ആ സ്ത്രീയെ മാനസികമായിട്ട് തളർത്താൻ, അവൾക്കുള്ള ആ ഒരു മാനസികമായിട്ട് വേദനിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു അവിഹിത ബന്ധം അവൾക്കുണ്ടായിരുന്നു എന്ന് വരുത്തി തീർത്ത് ആ സ്ത്രീയെ വീണ്ടും അപമാനിക്കുകയും കടുത്ത ഡിപ്രഷനിലോട്ട്, അല്ലെങ്കിൽ അവൾക്കുള്ള ആത്മവിശ്വാസത്തെയും ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് എന്നുള്ള വസ്തുത മറന്നുകൊണ്ട്, ഒപ്പം ബാല ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കരൾ മാറ്റിവെച്ച ഒരു രോഗിയാണ് ബാല. അപ്പോൾ അദ്ദേഹത്തിന് ഇനി എത്ര കാലം ആയുസ്സുണ്ട് എന്ന് പോലും അറിയില്ല. അപ്പോൾ ബാലയ്ക്ക് ഭ്രാന്താണ് എന്ന് സംശയിക്കാനുള്ള 1-2 കാരണങ്ങൾ ഞാൻ പറയാൻ കാരണം, നമ്മൾ അടുത്ത കാലത്ത് കണ്ടായിരുന്നു, ഇയാളെക്കുറിച്ചൊരു വീഡിയോ ഇട്ടു എന്ന പേരിൽ ചെകുത്താൻ എന്ന പേരുള്ള നമ്മളൊക്കെ ഓമന പേര് വിളിക്കുന്ന അയാളുടെ വീട്ടിൽ കയറി തോക്കുകൊണ്ട് ഭീഷണിപ്പെടുത്തിയ സാധനം എല്ലാം വലിച്ചു വാരി ഇടുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഒരു മാസ് ഷോ, ഒപ്പം ഇയാളെ സപ്പോർട്ട് ചെയ്ത് തന്നെ ആറാട്ടൻ എന്ന് പറഞ്ഞാൽ സന്തോഷിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. അവനെക്കുറിച്ച് ഇയാൾക്കെതിരെ വീഡിയോ ഇടിപ്പിക്കുന്നത്, അതായത് തോക്കിൻ്റെ മുൾമുനെ നിർത്തി ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയതൊക്കെ തമിഴ് ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള ഹീറോ പരിവേഷമൊക്കെ നാട്ടിൽ ചെയ്യുക. പിന്നെ ഞാൻ തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് പറയുക. ഒപ്പം നമ്മുടെ ഉണ്ണി മുകുന്ദനും ഒക്കെ ആയിട്ടുള്ള സിനിമയിൽ ആവശ്യത്തിനുള്ള പ്രതിഫലം നൽകിയില്ല, തനിക്ക് കോടികൾ ഡിയാസ്തിയുണ്ട് എന്ന് സ്ഥാനത്തും അസ്ഥാനത്തും വിളമ്പുന്ന പണമുള്ള ബാലയേക്കാൾ എത്രയോ സമ്പന്നരായിട്ടുള്ള നടന്മാർ നമ്മുടെ ഇടയിലുണ്ട്. സുരേഷ് ഗോപി, മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ എത്രയോ ആളുകൾ ഇയാളേക്കാൾ ഇരട്ടി സമ്പത്തുള്ളവരാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഏതോ ദരിദ്രമായ രീതിയിൽ നിന്ന് എവിടെ നിന്നാണ് ഒരുപക്ഷെ ബാല കടന്നു വന്നത്. ഇല്ല എങ്കിൽ വിവാഹം കഴിഞ്ഞ സമയത്ത് എലിസബത്ത് കം ഹിയർ എന്നൊക്കെ പറഞ്ഞ് വലിയ ഷൈൻ ചെയ്ത ഒരു ഡോക്ടറാന്നുള്ള യാതൊരു റെസ്പെക്റ്റും കൊടുക്കാതെ
ഒരടിമയെ വിവാഹം കഴിച്ച രീതിയിലാണ്. കാരണം അത്തരത്തിലുള്ളൊരു പരിഗണന പലപ്പോഴും ഒരു പ്രത്യേക രീതിയിലുള്ള ബോധമില്ലായ്മ, ഇല്ലെങ്കിൽ പണത്തിൻ്റെ അഹങ്കാരമാണോ, എന്തൊക്കെയോ ബാലയ്ക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അല്പം പണത്തിൻ്റെ ഹുങ്ക് ബാധിച്ച ചെറിയൊരു മാനസിക രോഗിയാണോ ബാല എന്നാണ് എൻ്റെ സംശയം. കാരണം ഈ അമൃതയായിട്ട് എന്തൊക്കെ ഇഷ്യൂസ് പറഞ്ഞാൽ എലിസബത്തിനെ കുറിച്ചൊന്നും പറയാനില്ല, അവർ നല്ലൊരു ഡോക്ടറാണ്. എന്നിട്ട് ആ പെൺകുട്ടി ഇപ്പോൾ ഇയാളുടെ കൂടെ ഇല്ലാതെ വേറെ ഏതോ ഒരു സ്റ്റേറ്റിൽ ജോലി ചെയ്യുകയാണ്. അടുത്ത കാലത്ത് ആ കുട്ടിക്ക് രോഗം വന്നു. അപ്പോൾ അതിനെ മരുന്ന് വാങ്ങിക്കൊടുത്തൊക്കെ സഹപ്രവർത്തകരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഇത്ര സമ്പന്നനാണ്, ഭാര്യയുടെ സ്നേഹമുണ്ട്, ഇല്ലെങ്കിൽ ഇയാൾ ഈ കരൾ മാറ്റി വെക്കുന്ന സമയത്ത് മരിക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലാണ്ട് ഇന്നിരിക്കുന്ന സമയത്ത് ഭാര്യയെ എലിസബത്തായിരുന്നു ഇയാളുടെ ഒപ്പം ഉണ്ടായി എല്ലാ ശുശ്രൂഷയും ചെയ്തത്. എന്നിട്ട് തിരിച്ച് ആ കുട്ടിക്ക് ഒരു അസുഖം വന്നപ്പോൾ ഇയാൾ തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ട് ഈ ബോധമില്ലാത്തവൻ കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം ഇരുന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നു, എന്നിട്ട് കുറേ വീരവാദം ഒഴിക്കുന്നു. ഇപ്പോൾ ഇയാൾക്ക് എങ്ങനെയെങ്കിലും തളർന്നു നിൽക്കുന്ന അമൃതയെ മാനസികമായിട്ട് തളർത്തി ഒറ്റപ്പെട്ട് ഒരു നിവൃത്തി ഇല്ലാണ്ട് വന്ന് എങ്ങനെയായാലും ഇയാളുടെ അടുത്തോട്ട് തിരിച്ച് അമൃത കൊച്ചിനെ കൊണ്ട് വരുമെന്നോ അല്ലെങ്കിൽ വരുത്തണമെന്നുള്ള പിടിവാശിയോ അങ്ങനത്തെ എന്തോ ഒരു വൃത്തികെട്ട മനസ്ഥിതിയും ചിന്തയായിട്ട് പോകണേ. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയില്ല കൊച്ചിനെ തിരിച്ചു കിട്ടണം, അതോ ഇനി ഇത്തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ നൽകി അഭിരാമി എന്ന പെൺകുട്ടി മരണപ്പെടുകയാണോ എന്നാണോ ഇയാളുടെ ആഗ്രഹം? മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തായാലും ബാല എന്നൊരു വ്യക്തിയെ ആ പെൺകുട്ടി എടുത്ത് പുറത്തോട്ട് കളഞ്ഞതാണ്. ഇല്ലെങ്കിൽ ഇയാൾക്ക് ഇത് പറയണമെങ്കിൽ എത്രയോ നേരത്തെ ആവാമായിരുന്നു. അത്ര ഒന്നും ചെയ്തില്ല. അതായത് തൻ വിവാഹം കഴിച്ച എലിസബത്ത് എന്നുള്ള പെൺകുട്ടി ഇയാളെ ഇട്ടേച്ച് പോയി. ഒരു ഭർത്താവ് കാണാൻ പാടില്ലാത്ത കാര്യമായിരുന്നെങ്കിൽ അത് ഇത്രയും കാലം ഇയാൾ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. എലിസബത്തിന് വിവാഹം കഴിച്ചു. ഈ ഗോപിസുന്ദറൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ എത്രയോ തവണ ഇയാൾ ഈ വിളമ്പിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇയാളുടെ ലക്ഷ്യം വളരെ ചീപ്പായ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന, ആരെയും എങ്ങനെയും തേജോവധം ചെയ്യുന്ന, എന്നെങ്കിൽ താൻ ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ എന്തൊക്കെയോ ഗീർവാണങ്ങൾ അടിച്ച് ആളുകളുടെ മുന്നിൽ ആളാവാൻ ശ്രമിക്കുന്ന ഒരു വകതിരിവില്ലാത്ത വ്യക്തിയായിട്ട് മാത്രമേ എനിക്ക് ഈ ബാലയെ വിലയിരുത്താനായിട്ട് പറ്റുള്ളൂ. അന്ന് ഇയാൾ ഈ ചെയ്തേക്കുന്ന പരിപാടി മഹാവൃത്തികേടാണ് എന്ന് തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു. കാരണം തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ്. നാളെ ഇയാൾ ചത്തുപോയി കഴിഞ്ഞാൽ ആ കൊച്ചിനെ നോക്കാനുള്ള അമ്മയാണ്. ആ ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയുടെ പിതാവ് പറഞ്ഞിരിക്കുന്ന ഈ വീഡിയോ അല്ലെങ്കിൽ തെളിവ് ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, എന്നും കാണുന്ന റെക്കോർഡാണ്. അപ്പോൾ ഇയാളിത് ചെയ്തത് ഭയങ്കര തെണ്ടിത്തരമല്ലേ? അയാൾക്ക് എവിടെയാണ് സ്വന്തം കുഞ്ഞിനോട് താല്പര്യം? മാത്രമല്ല ആ കുട്ടി വലുതായിക്കൊണ്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ബോധമുള്ള പ്രായത്തിലേക്ക് ആ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മ വളരെ മോശമായിരുന്നു, ഒരു പുരുഷൻ കാണാൻ പാടില്ലാത്തത് കണ്ടു. ഇയാൾ എന്നതാ കണ്ടേ? വല്ലതിന് കൂടുതൽ കിടക്കുന്നുണ്ടെങ്കിൽ അന്ന് അവനോടൊക്കെ തല്ലു കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ അവിഹിത ബന്ധം എന്ന് പറഞ്ഞാൽ ബാലയ്ക്ക് കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഭർത്താവിന് കഴിവുണ്ട്, നല്ല ദാമ്പത്യ ജീവിതമാണെങ്കിൽ ഒരു സ്ത്രീയും മറ്റൊരു പുരുഷൻ്റെ ഒപ്പം പോകത്തില്ല. അപ്പോൾ ഈ ബാല എന്നുള്ള ആളുടെ സ്വഭാവത്തിലെ കുഴപ്പങ്ങൾ കൊണ്ടായിരിക്കാം, അഥവാ അഭിരാമി അല്ല ആ കുട്ടി പോയി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഇയാളുടെ ഒരു ആരോപണം മാത്രമാണ്. അപ്പോൾ ഇയാൾക്ക് കഴിവില്ലാത്തതുകൊണ്ടോ ഇയാളുടെ സ്വഭാവത്തിലെ വൃത്തികേടുകൾ കൊണ്ടോ മനമടുത്തിട്ടായിരിക്കും ഒരു സ്ത്രീയെ അടുത്ത ഒരു പുരുഷനെ തേടിയത്. അത് ഇയാളുടെ തന്നെ കഴിവുകേടാണ്. അതിങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയേണ്ട കാര്യമില്ല. അടുത്ത പെണ്ണിനെ കെട്ടി ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇട്ടേച്ച് അതിൻ്റെ പാട്ടിന് പോയി. എന്നിട്ട് കുറേ നമ്മൾ അടുത്ത പറഞ്ഞു ചെകുത്താൻ്റെ പുറകെ പോയത്. ഈ ബാലയുടെ ഈ പ്രസ്താവന ആരും മുഖവലിക്കെടുക്കാതെ അയാളുടെ അഭിപ്രായത്തെ ഒരു ഭ്രാന്തൻ ജൽപ്പനങ്ങൾ മാത്രമായിട്ട് തള്ളിക്കളയുന്നതാണ് അമൃതയ്ക്കും ഇത് കാണുന്ന നമ്മളെപ്പോലെയുള്ള ഓഡിയൻസിന് നല്ലത്. കാരണം ഒരു പെണ്ണിൻ്റെ ജീവിതമല്ല, രണ്ട് പെണ്ണിൻ്റെയായി. പിന്നെ എലിസബത്തിന് നാണക്കേടുള്ളതുകൊണ്ട് ഇതിവർ പബ്ലിക്കലി പിരിഞ്ഞു എന്ന് ഉള്ള രീതിയിലേക്ക് വരാത്തത് ആണ് എന്ന് മാത്രമാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുപോലത്തെ ഒരു വൃത്തികെട്ടവൻ്റെ കയ്യിൽ നിന്ന് അമൃത രക്ഷപ്പെട്ടത് തന്നെ വലിയൊരു കാര്യമായി. ഇനിയുള്ള കാലമെങ്കിലും സമാധാനമായിട്ട് അത് ജീവിക്കാമല്ലോ. ഇല്ലെങ്കിൽ ഇയാൾക്ക് അന്നേ പറയാൻ പാടില്ലായിരുന്നോ? അതോ ഇയാളെ കണ്ട ഒരു പുരുഷനെ കാണാൻ പറ്റില്ലാത്ത എന്ത് കാര്യമാണ് ഇയാൾ കണ്ടത്? ഇയാൾ വെറുതെ പോയ ചെകുത്താൻ്റെ നേരെ തോക്കെടുക്കുന്നവനാണെങ്കിൽ ഇയാൾ എന്തുകൊണ്ട് തോക്കെടുത്തന്ന് വെടിവെച്ചില്ല? അയാളെ കൊന്നില്ല, തല്ലു കൊടുത്തില്ല. അപ്പോൾ ഇതിനൊന്നും ഇയാളെ കൊണ്ട് കൊണ്ടില്ല. അതായത് ഇത് തന്നെയാണ് പറയുന്നത്, ബാലിക്കൊന്നിനുള്ള കഴിവില്ല. വെറുതെ ആരോപണം ഉന്നയിച്ച് ഇപ്പോൾ ഗോപിസുന്ദർ മാറിയിട്ട് നിൽക്കുന്ന സമയമാണ്. ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയി, ആപ്പാടെ ഒരു സഹോദരി അമ്മയ്ക്കേ ഉള്ളൂ. അപ്പം മാനസികമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ കുട്ടിയെ ഇങ്ങനെ ആരോപണങ്ങളിലൂടെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്നുകിൽ മകളെ സ്വന്തമാക്കുക, അല്ലെങ്കിൽ അമ്മേനെ എങ്ങനെയെങ്കിലും നാണം കെടുത്തിയിട്ടെങ്കിലും അതായത് വിടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. എങ്ങനെയെങ്കിലും അവളെ തൻ്റെ കാൽച്ചോട്ടിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ തെണ്ടി നടത്തുന്ന കുൽസിത പ്രവർത്തനം മാത്രമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. എന്തായാലും ബാലയ്ക്ക് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടോ എന്നൊരു സംശയമുണ്ട്. അദ്ദേഹത്തെ കൃത്യമായ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ട സമയമായെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. എന്തായാലും അയാൾ ഇന്ന് നടത്തിയ പരാമർശം വളരെ ചീപ്പായി.
ഞാൻ ഈ ബാലയെക്കുറിച്ചോ അമൃത അതുപോലെ ഗോപി സുന്ദർ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. ഇങ്ങനെ ഒരിക്കൽ ചെയ്യണമെന്ന് മനസ്സിൽ പോലും പ്ലാൻ ഇടാത്ത കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ പ്രസ്താവന നടത്തുന്ന ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായതുകൊണ്ട് മാത്രമാണ് നമ്മളിത് സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.